ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കൽ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് പ്ലേ സ്റ്റോറിലെ 5 കിടിലൻ ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചാണ്. സോ നമുക്ക് നേരെ വീഡിയോ കിട്ടോ. അപ്പോൾ ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ട്രിക്കാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് അറിയാത്തൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗെയിം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയത്തില്ലായിരിക്കും നമ്മുടെ ഫോണിൽ എത്ര പെർഫോം ചെയ്യുന്നുണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ട്രിക്കാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ അതിൻ്റെ റിവ്യൂ കണ്ടിട്ട് നിങ്ങളുടെ ഫോണിൽ ആ ഒരു മോഡലുള്ള വേറെ ആൾക്കാർ റിവ്യൂ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കാണാൻ പറ്റും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എടുക്കുക, ആ ഒരു പ്ലേ സ്റ്റോറിൽ ആ ഒരു ആപ്ലിക്കേഷൻ എടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴോട്ടേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. അതിൽ നിങ്ങൾ സീ ഓൾ റിവ്യൂസ് എന്ന് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു വലിയൊരു റിവ്യൂവിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റും. അതിൽ നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ റിലവൻറ്റ് ആൻഡ് ഫിൽറ്ററിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വലിയൊരു ബോക്സ് കാണാൻ പറ്റും. ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് താഴെയായിട്ട് ദിസ് മോഡലിനോ അങ്ങനെ എന്തെങ്കിലും ദിസ് ഫോണെന്നോ അങ്ങനെ എന്തെങ്കിലും സംഭവം കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഏതാണോ, ഇപ്പോൾ എൻ്റെ ഫോൺ റെഡ്മി ആണെങ്കിൽ റെഡ്മി ഫോണ്, അതുപോലെ തന്നെ റെഡ്മിയുടെ ആ മോഡൽ റെഡ്മി എൻ്റെ 4 ആണെങ്കിൽ റെഡ്മി 4 എന്ന ഈ ഫോണിൻ്റെ ആ ഒരു ഫോണിൽ ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷനിൽ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ അത് അവർ റിവ്യൂ ചെയ്തിട്ട് അവിടെ കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് മനസ്സിലാക്കി നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വർക്ക് ആകുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വളരെ ഉപകാരപ്പെടുന്നൊരു ട്രിക്ക് തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് എല്ലാ ആപ്ലിക്കേഷനും അവർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല നിങ്ങളുടെ ആ ഒരു മോഡലിനനുസരിച്ചുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സമയത്ത് വേറൊരു ട്രിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം. അങ്ങനത്തെ സമയത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ആപ്സ് എന്ന് ചിലത്, അതായത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ആപ്ലിക്കേഷൻ ആണോ നിങ്ങൾ ചെക്ക് ചെയ്യുക. അങ്ങനത്തെ ആപ്ലിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ തന്നെ കാണാൻ പറ്റും ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷനിൽ ട്രൈ നൗ എന്ന് അതിൻ്റെ അപ്പുറത്ത് കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ടഡ് ആണോ അല്ലയോ എന്നൊക്കെ. സോ നമുക്ക് നേരെ രണ്ടാമത്തെ ട്രിക്കിലേക്ക് പോകാം. അപ്പോൾ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയാൻ പോകുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഒരു ഗെയിമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നെറ്റ് ഇല്ല, അല്ലെങ്കിൽ നെറ്റ് സ്ലോ ആണ്, നെറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പിന്നീട് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒന്നും കൂടി അവിടെ പോയിട്ട് അതിൽ ചിലപ്പോൾ വേണമെങ്കിൽ എവിടെയൊക്കെ ആയിരിക്കും അവിടെ പോയി നിങ്ങൾ സെർച്ച് ചെയ്ത് ചിലപ്പോൾ വേണമെങ്കിൽ കിട്ടത്തില്ലായിരിക്കും. അങ്ങനത്തെ സമയത്ത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്, ട്രിക്കാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂട്യൂബിൽ നിങ്ങൾക്കൊരു വീഡിയോ പിന്നീട് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ആ ഒരു വീഡിയോയിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഇറ്റ് വാച്ച് ലേറ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഡൗൺലോഡ്സ് പോലെ തന്നെ നിങ്ങളുടെ വാച്ച് ലേറ്റർ എന്നുള്ളൊരു ഒരു പ്രത്യേക ഒരു സംഭവമുണ്ട്. അതിലേക്ക് ഇത് സേവ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് നിങ്ങൾക്ക് വാച്ച് ലേറ്ററിന് പിന്നീട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. വിഷ് ലിസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഏതാണോ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എടുക്കുക. അതിനുശേഷം നിങ്ങൾ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വിഷ് ലിസ്റ്റ് ആഡ് ടു വിഷ് ലിസ്റ്റ് കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ വിഷ് ലിസ്റ്റിലേക്ക് അത് പോകുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉള്ള സമയത്ത് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ആപ്ലിക്കേഷൻ എടുക്കുക, ആ ഒരു പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, ആ ഒരു ഓപ്ഷൻസ് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സെറ്റിങ്സ് പോവുക. സെറ്റിങ്സ് അല്ല, വിഷ് ലിസ്റ്റ് എന്ന് തന്നെ ആടെ ഒരു ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു വിഷ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ എത്ര ആപ്ലിക്കേഷൻസ് ഗെയിംസൊക്കെ വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് വേണ്ട സമയത്ത് നെറ്റുള്ള സമയത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയാൻ പോകുന്നത്, ഇപ്പോൾ എൻ്റെ കുറച്ച് പേരൊക്കെ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്, അതിനുള്ള ഉത്തരമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ പ്ലേ സ്റ്റോറിൽ പുതുതായി വന്നിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ എവിടെയാണ് ഉണ്ടാവുക, അത് പുതുതായി വന്നിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ നോട്ടിഫിക്കേഷൻ വരും, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ആപ്ലിക്കേഷൻസൊക്കെ എവിടെയാണ് ഉണ്ടാവുന്നതൊക്കെ
അങ്ങനെ പല ചോദ്യങ്ങളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ്. എന്ന് വെച്ചാൽ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഗെയിംസ് ആണോ ആപ്സ് ആണോ താഴെ കാണാൻ പറ്റും, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ആപ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ക്രീൻ റെക്കോർഡ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. ടോപ്പ് ട്രെൻഡിങ്, ടോപ്പ് ക്രോസിങ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്കോട്ടെ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏർലി ആക്സസ് പറഞ്ഞിട്ട്. ആ ഏർലി ആക്സസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ പുതുതായി വന്നിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ അവിടെ കാണാൻ പറ്റും. ഏർലി ആക്സസ് പറഞ്ഞിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനും ഉപയോഗിക്കാനൊക്കെ പറ്റും. ഡെവലപ്മെൻറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും, എന്നാലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. അവിടെ ഏർലി ആക്സസിന് താഴെയായിട്ട് ഇവിടെ പ്രീ രജിസ്ട്രേഷൻ പറഞ്ഞിട്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പുതുതായി വന്നിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് പ്രീ രജിസ്റ്റർ ക്ലിക്ക് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ആ ഒരു ആപ്ലിക്കേഷൻ എപ്പോഴാണോ ഇറങ്ങുന്നത് ആ ഒരു സമയത്ത് എനിക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ഇറങ്ങിയ സമയത്ത് ആ ഒരു നിങ്ങളുടെ ഫോണിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വരും, ഇന്ന് ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഒരു ട്രിക്കാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ പബ്ജിയും ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പബ്ജി ഇപ്പോൾ എൻ്റെ ടീസറൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പബ്ജി ഇപ്പോൾ ഒരു 2-3 ദിവസം ഈ മാസം നമുക്കറിയത്തില്ല, അപ്പോൾ വരുമെന്ന് അറിയത്തില്ല. എന്നാലും വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടുന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് ഞാൻ രജിസ്റ്റർ ചെയ്ത് എനിക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഹോം പേജിൽ പോവുക. ഹോം പേജിൽ പോയതിന് ശേഷം നിങ്ങൾ ഓപ്ഷൻസിൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രീ രജിസ്ട്രേഷൻ എന്നൊരു സംഭവം ഉണ്ടാവും. പക്ഷെ ഒന്ന് എനാബിൾ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇനി വരാൻ പോകുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെയും നോട്ടിഫിക്കേഷൻ, അതായത് പ്ലേ സ്റ്റോറിൽ ഇനി വരാൻ പോകുന്ന ആപ്ലിക്കേഷനൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുകളിൽ കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു ട്രിക്കാണ്. അപ്പോൾ നാലാമത്തെ ട്രിക്ക് എന്ന് പറയാൻ പോകുന്നത് ഓട്ടോ അപ്ഡേറ്റ് എന്നുള്ള ട്രിക്കാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ട്രിക്കാണ്, എന്നാലും അതല്ല ഞാൻ പറയാൻ പോകുന്നത്. ഓട്ടോ അപ്ഡേറ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഫോണിൽ പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻസൊക്കെ, അതായത് നിങ്ങളിപ്പോൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻസൊക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലുള്ള കുറേ ആപ്ലിക്കേഷൻസൊക്കെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും. അത് അതിന് ഇറങ്ങാറെന്ന് വെച്ചാൽ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ സ്പേസ് കുറയാനും അതുപോലെ തന്നെ നിങ്ങളുടെ നെറ്റ് വേഗം തീരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ആക്കിയിട്ട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് പോയിട്ട് ഓട്ടോ അപ്ഡേറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഡു നോട്ട് ഓട്ടോ അപ്ഡേറ്റ് എന്നാണ്. ആവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് ഓട്ടോ അപ്ഡേറ്റ് ഒന്നും വരത്തില്ല. പക്ഷേ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകും. ചിലത് യൂട്യൂബും വാട്സപ്പും അങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാഗ്രാമൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അവിടെ പോയിട്ട് പിന്നീട് അത് അപ്ഡേറ്റ് അപ്പോൾ വരുമെന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അവിടെ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്തുള്ള ട്രിക്കാണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അത് സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ സെർച്ചിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക. അതിനുശേഷം ആ ഒരു ആപ്ലിക്കേഷൻ എടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ബിസിനസ് എടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അവിടെ കാണാൻ പറ്റും ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എനാബിൾ ഓട്ടോ അപ്ഡേറ്റ്. അതിനൊന്ന് ക്ലിക്ക് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോം പേജിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ പോവുക. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓട്ടോ അപ്ഡേറ്റ് നിന്ന് വന്നിട്ടുണ്ടോ നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് കാണാൻ പറ്റും. അതൊന്ന് എനാബിൾ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പിന്നീട് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയി, 8 മിനിറ്റായി വീഡിയോ ഒക്കെ എന്ന് തോന്നുന്നു. എന്തായാലും ക്ഷമിക്കുക, ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. അഞ്ചാമത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ അപ്ഡേറ്റ് ചെയ്യൽ പ്ലേ സ്റ്റോറിനായിരിക്കും. പക്ഷേ നിങ്ങൾ പ്ലേ സ്റ്റോർ എവിടെ നിന്നാണ് അപ്ഡേറ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർമ്മിച്ചിട്ടുണ്ടോ? അതിനൊരു ട്രിക്കാണ്. പ്ലേ സ്റ്റോർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. അവിടെ നിങ്ങൾ 3 ഡോട്ട്സിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് കാണുന്ന ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ 2 രീതിയിലാണ് കാണാൻ പറ്റുക. ഒന്ന് പ്ലേ സ്റ്റോർ ഈസ് അപ് ടു ഡേറ്റ് എന്ന് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്ലേ സ്റ്റോർ പുതിയ വേർഷൻ തന്നെയാണ്, ലേറ്റസ്റ്റ് വേർഷൻ തന്നെയാണെന്ന് അർത്ഥം. എല്ലാന്നുണ്ടെങ്കിൽ വേറെ രീതിയിലാണ് വരിക. നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി ഇനി അപ്ഡേറ്റ് ചെയ്തുകൊള്ളും എന്നാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് എന്നിട്ടും അപ്ഡേറ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഗൂഗിൾ ക്രോം പോവുക. ഗൂഗിൾ ക്രോം പോയതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ പ്ലേ സർവീസ് എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ പ്ലേ സർവീസസ് എന്ന് സെർച്ച് ചെയ്യാം. അങ്ങനെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് കാണുന്ന പോലെ ഒരു
ഒരു റിസൾട്ട് വരും. അതിൽ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ ഒരു ഗൂഗിൾ പ്ലേ സർവീസിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. ഈ സ്ക്രീനൊക്കെ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്യുക, അതിൽ ജസ്റ്റ് വൺസ് ക്ലിക്ക് ചെയ്യുക, പ്ലേ സ്റ്റോർ പോകും. അതിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് കാണാം. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങളൊന്ന് റീസെൻറ്റ് ആപ്സ് ഒന്ന് ക്ലിയർ ചെയ്ത് കളയുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി നിങ്ങൾക്ക് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ആ ഒരു ഓപ്ഷൻ തന്നെ പിന്നെ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും. ഈ പ്ലേ സ്റ്റോർ ഈസ് അപ് ടു ഡേറ്റ് എന്നാണ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ലേറ്റസ്റ്റ് വേർഷനിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ എന്നിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലി വേറെ രീതിയിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അത് പറയുന്നതാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അത് മാത്രമല്ല അതിന് കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.